عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സൂറത്തു തഹ്രീമിന്റെ ആദ്യത്തെ 4 ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തിരുന്നത്. ഇനി 5-ാമത്തെ ആയത്ത് അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. അസാ റബ്ബുഹു, പ്രവാചകന്റെ റബ്ബ് ആയേക്കാം. ഇൻ ത്വല്ലഖകുന്ന, പ്രവാചകൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിയാൽ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതാണ്, എന്തിനാണ് നബിയെ തങ്ങളുടെ ഭാര്യമാരുടെ സംതൃപ്തി തേടിക്കൊണ്ട് അല്ലാഹു ഹലാലാക്കിയ കാര്യം ഹറാമാക്കാൻ പോകുന്നത് തങ്ങളുടെ കാര്യത്തിൽ. ആ വിഷയമൊക്കെ വിശദമായി പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട് അല്ലാഹു തആല പറയാണ് അസാ റബ്ബുഹു. ആദ്യം 2 ആളോടാ പറഞ്ഞിരുന്നത് ഇൻ തതൂബ ഇലല്ലാഹ്. ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ച നിങ്ങൾ 2 പേരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത്. അല്ല, ഇനിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ അള്ളാഹു ആയിരിക്കും പ്രവാചകനെ സഹായിക്കാനുണ്ടാവുക, ജിബ്രീലായിരിക്കും, മുഅ്മിനീങ്ങളുടെ നല്ലവരായിരിക്കും, എല്ലാ മലക്കുകളും പ്രവാചകനെ സഹായിക്കുന്നവരാണ്. അതിനുശേഷം പറയാണ് അസാ റബ്ബുഹു, പ്രവാചകന്റെ റബ്ബായെന്ന് വരും. ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ പ്രവാചകർ ത്വലാഖ് ചൊല്ലിയാൽ, നിങ്ങളെ മൊഴി ചൊല്ലിയാൽ, അയ്യുബ്ദിലഹു, പ്രവാചകന് അല്ലാഹു തആല പകരം കൊടുക്കാൻ മതിയായവനായിരിക്കും. പ്രവാചകൻ അല്ലാഹു തആല ബദലായി പകരമായി കൊടുക്കുന്നവനായിരിക്കും. അസ്വാജൻ, ഭാര്യമാരെ, ഇണകളെ, ഖൈറൻ മിൻകുന്ന, നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ പ്രവാചകൻ അല്ലാഹു തആല നിങ്ങൾക്ക് പകരമായി വേറെ കൊടുത്തേക്കാം. പ്രവാചകൻ നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമരായത് എന്തിനൊക്കെ, എങ്ങനെയൊക്കെ? മുസ്ലിമാത്തിൻ, അനുസരണയുള്ളവരായ, മുഅ്മിനാത്തിൻ, വിശ്വാസിനികളായ, ഖാനിതാത്തിൻ, ആരാധനകളിൽ ശാന്തരായി അള്ളാഹുവിനെ ആരാധിക്കുന്നവരായ, തായിബാത്തിൻ, തൗബ ചെയ്ത് മടങ്ങുന്നവരായ, ആബിദാത്തിൻ, ഇബാദത്തുകളിൽ നിരന്തരമായി നിലകൊള്ളുന്ന, ആരാധന നിരതരായ, സായിഹാത്തിൻ, വ്രതമനുഷ്ഠിക്കുന്നവരായ, തയ്യിബാത്തിൻ വ അബ്കാറ, കന്യകകളും അകന്യകകളുമായ. തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ കന്യകകളല്ലാത്തവർ, അകന്യകകൾ. വ അബ്കാറ, കന്യകകളും കന്യകകളല്ലാത്തവരുമായ ഇത്തരം എല്ലാ സ്വഭാവമുള്ള സ്ത്രീകൾ. ആ സ്ത്രീകളിൽ തന്നെ കന്യകകളുണ്ടാവാം, കന്യകകളല്ലാത്തവരുമുണ്ടാവാം. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള കന്യകകളും കന്യകകളല്ലാത്തവരുമായ ഈ സ്വഭാവങ്ങൾ മുഴുവനുമുള്ള മുസ്ലിമാത്തായ, മുഅ്മിനാത്തായ, ഖാനിതാത്തായ, തായിബാത്തായ, ആബിദാത്തായ, സായിഹാത്തായ ഈ സ്വഭാവമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരിൽ ചിലർ കന്യകകളാവും, ചിലർ കന്യകകളല്ലാത്തവരാവും. അങ്ങനെയുള്ള സ്ത്രീകളെ അല്ലാഹു തആല പ്രവാചകന് നിങ്ങൾക്ക് പകരമായി നൽകിയേക്കാം, നിങ്ങളുടെ പ്രവാചകൻ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ എന്ന് അവർക്ക് അല്ലാഹു തആല ഒരു മുന്നറിയിപ്പും കൊടുത്തു. സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദമായി പറഞ്ഞു. സൈനബ് ബീവിയുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേൻ കുടിച്ചത് മുതലുള്ള സംഭവങ്ങൾ, അതുപോലെ മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന അടിമ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ ബീവിയുടെ വീട്ടിൽ വെച്ച് ബന്ധപ്പെട്ട വിവരങ്ങളും, ഈ 2 കാരണങ്ങളാണെങ്കിലും അത് സംബന്ധമായി തുടർന്നുണ്ടായ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളൊക്കെ പിന്നീട്
ഒന്നിച്ച് എല്ലാ സ്ത്രീകളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ. അതിൻ്റെയൊക്കെ അനന്തരമായി അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളെക്കാൾ ഉത്തമരായ, മുസ്ലിം അനുസരിക്കുന്ന വിശ്വാസിനികളായ, ശാന്തരായ, തൗബ ചെയ്ത് മടങ്ങുന്നവരായ, ഇബാദത്തിൽ നിരന്തരമായി നിലകൊള്ളുന്ന, വ്രതമനുഷ്ഠിക്കുന്ന കന്യകകളും അകന്യകകളുമായിട്ടുള്ള സ്ത്രീകളെ അല്ലാഹു തആല പ്രവാചകന് പകരമായി നൽകിയെന്ന് വരും. അതുകൊണ്ട് പ്രവാചകൻ ഒരിക്കലും കുടുങ്ങാൻ പോകുന്നില്ല, നഷ്ടപ്പെടാനുണ്ടാവുക നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ തഫ്സീറിൽ പറഞ്ഞു, തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്, വഅദല്ലാഹു നബിയ്യഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദിഹിൽ ആയത്തി അൻ യുസവ്വിജഹു. ഈ ആയത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. നിങ്ങളെക്കാൾ ഉത്തമരായ സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ആരപ്പോൾ ഇവരെക്കാൾ വലിയ ഉത്തമരായ ആളുകൾ? ആരോടൊക്കെ പറഞ്ഞത്? ആയിഷ ബീവി, ഹഫ്സ ബീവി, സൗദ ബീവിയൊക്കെ തുടങ്ങിയുള്ള ലോകത്തെ തന്നെ ഏറ്റവും നല്ല പെണ്ണുങ്ങളോട് പറയാം, നിങ്ങളെക്കാളൊക്കെ നല്ല പെണ്ണുങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെ കിട്ടുന്ന ആരാവര്? അത് തന്നെ കന്യകകളും അകന്യകകളുമായ. സയ്യിബ് എന്ന് പറഞ്ഞാൽ കന്യക അല്ലാത്തവൾ. കന്യക അല്ലാതിരിക്കാൻ നേരത്തെ വിവാഹം ചെയ്യപ്പെടാം, ഭർത്താവ് മരിച്ചു പോകാം, അങ്ങനെ പല കാരണങ്ങളാൽ വിവാഹമോചിതയായിട്ടോ ഭർത്താവ് മരിച്ചിട്ടോ ഒക്കെ കന്യക അല്ലാതിരിക്കും. അതുകൊണ്ട് വിധവാന്ന് മാത്രം സയ്യിബിന് അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല, അത് ഏകദേശം ഒരു അർത്ഥമാവുള്ളൂ. വിധവാന്ന് സാധാരണ മലയാളത്തിൽ പറയൽ ഭർത്താവ് മരിച്ച പെണ്ണിനാണ്. ഇനി ഭർത്താവ് മരിച്ചോളണമെന്നില്ല, ഭർത്താവ് ഒഴിവാക്കി, ഒരു വിവാഹത്തിന് ശേഷം ആ ഭർത്താവ് ഒഴിവാക്കിയ പെണ്ണും സയ്യിബ് തന്നെയാണ്. അപ്പോൾ അവളുടെ കന്യകാത്വം നഷ്ടപ്പെട്ടവൾ അവരാരാണെങ്കിലും. ഇവിടെ ഫസയ്യിബു, തബറാനി പറഞ്ഞ ഒരു ഹദീസ് അനുസരിച്ച് ഫസയ്യിബു, സയ്യിബ് കൊണ്ട് ഉദ്ദേശിച്ചത് ആസിയത്തു ഇംറഅത്തി ഫിർഔൻ. ആസിയത്തു ഇംറഅത്തു ഫിർഔന, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവി. ആസിയ ബീവിയാണ് ഈ ഇവരെക്കാൾ നല്ലവർ എന്ന് പറഞ്ഞത് മക്കത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിയല്ല, അല്ലെങ്കിൽ മദീനത്തപ്പുണ്ടായ പെണ്ണുങ്ങളെ പറ്റിയല്ലത്. ആഖിറത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആസിയ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണമാണത്. അതുകൊണ്ട് തന്നെ ആസിയ ബീവി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ച ഒരു പെണ്ണ. എല്ലാവിധ സൗകര്യവും ഫിർഔന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിട്ടും, അത് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ അവസാനത്തിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ദുനിയാവിൽ അനുഭവിക്കുന്ന ഫിർഔന്റെ കൊട്ടാരത്തിൽ ഞാൻ തന്നെയാണ് റബ്ബെന്ന് പറയുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കൂട്ടിയ ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ആസിയ ബീവിയെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല താല്പര്യം. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ എനിക്ക് വീട് വേണമെന്ന് ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു തആല മഹത്തായ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഖിറത്തിൽ അവരുടെ ഭർത്താവായി നൽകുന്നു എന്നത്. ദുനിയാവിൽ ഫിർഔനെ സഹിക്കേണ്ടി വന്നതിൻ്റെ പ്രതിഫലമായി അല്ലാഹു തആല കൊടുക്കുകയാണ്. അബ്കാർ കൊണ്ട് ഉദ്ദേശിച്ചത് മറിയം ബിൻതു ഇമ്രാൻ. മറിയം ബീവി കന്യകയാണല്ലോ, ഒരാളും വിവാഹം ചെയ്തിട്ടില്ല. മറിയം ബീവിയാണ് കന്യക, ആസിയ ബീവിയാണ് സയ്യിബ്. ഹാഫിദ് ഇബ്നു അസാക്കിർ മറിയം ബീവിയുടെ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്. അൻ ഇബ്നു ഉമർ ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ജാഅ ജിബ്രീൽ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൗതി ഖദീജ. ഖദീജ ബീവിയുടെ മരണത്തിന് സമയമായി എന്നറിയിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഖദീജ ബീവി മരിക്കാനായ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവിയുടെ സമയമായിട്ടുണ്ട്, മരിക്കാൻ പോവുകയാണ് എന്ന വിവരം പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ യുഖ്രിഉഹസ്സലാം, ഖദീജയോട് അല്ലാഹു തആല സലാം പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഖദീജ ബീവിയോട് സലാം പറയാൻ പറഞ്ഞതാണ്. ഇന്നല്ലാഹ യുഖ്രിഉഹസ്സലാം, ഖദീജയോട് അല്ലാഹു തആല സലാം പറയുന്നു. വയുബശ്ശിറുഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു വീട് ഖദീജ ബീവിക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ
ഒരു വീട് ഖദീജ ബീവിക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിക്കാൻ സമയമായിട്ടുണ്ട്, പക്ഷെ മരിക്കുന്നത് കൊണ്ട് വിഷമിക്കേണ്ട, സ്വർഗത്തിൽ വളരെ സൗകര്യപ്രദമായ ഒരു വീട് അല്ലാഹു തആല ഖദീജ ബീവിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുതന്നെ യാതൊരു വിഷമവുമില്ലാത്ത സൗകര്യപ്രദമായ ഒരു വീട്, രത്നത്തിൻ്റെ മുത്തുകളുടെ വീടാണ്. അതിൽ യാതൊരു വിഷമവുമില്ല, പ്രയാസങ്ങളും ഉണ്ടാവില്ല. അതെവിടെയാണ്? ബൈന ബൈത്തി മറിയം ബിൻതി ഇമ്രാൻ വ ബൈത്തി ആസിയത്ത് ബിൻതി മുസാഹിം. അതാണ് നമ്മുടെ വിഷയം. മറിയം ബീവിയുടെയും ആസിയ ബീവിയുടെയും രണ്ട് വീടുകളുടെ ഇടയിലാണ് ഖദീജ ബീവിയുടെ വീട്. മറിയം ബീവിയുടെയും ആസിയ ബീവിയുടെയും വീടുകൾക്കിടയിലാണ് ഖദീജ ബീവിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വീടൊരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. അവർ മാത്രമേ അന്ന് ഭാര്യയായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അവരെ അല്ലാഹു തആല വഫാത്താക്കുമ്പോൾ ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും വീടുകൾക്കിടയിലാണ് ഇവരുടെ സൗകര്യപ്രദമായ രത്നത്തിൻ്റെ വീടുണ്ടാക്കി വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറിയം ബീവിയും ആസിയ ബീവിയും ഖദീജ ബീവിയെ പോലെ ഇടപെടാനുള്ളവരാണ്. അതിന് കുറച്ചുകൂടി വിശദമായി മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഖദീജ വഹിയ ഫിൽ മൗതി. മരണസമയത്ത് ഖദീജ ബീവിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നിട്ട് ഫഖാല പറഞ്ഞു, ഖദീജ ബീവി മരിക്കുന്ന സമയത്ത് ഖദീജയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു, യാ ഖദീജ, യാ ഖദീജത്തു ഖദീജ, ഇദാ ലഖീതി ളറാഇറകി, ഇദാ ലഖീതി ളറാഇറകി, നിന്റെ സഹകളത്രങ്ങളെ നീ കണ്ടാൽ. ലറാഇർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യ ഉണ്ടാവുമ്പോൾ ഓരോരുത്തരും മറ്റവരുടെ ലറത്തായിരിക്കും. ലറത്തിന്റെ ജമ്മാണ് ലറാഇർ. ശരിക്കും ലറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ വിഷമുണ്ടാക്കുന്ന ഒരു ലുറിൽ നിന്ന് വരുന്നത് തന്നെയാണത്. അങ്ങനെയാണല്ലോ, രണ്ട് പെണ്ണുണ്ടാകുമ്പോൾ ഓരോ പെണ്ണും മറ്റേ പെണ്ണിനൊരു വിഷമായിട്ടാണ് അനുഭവപ്പെടുക. സഹകളത്ര, ഒരാളുടെ ഭാര്യയോടൊപ്പം ഭാര്യയായി നിൽക്കുന്ന രണ്ടാമത്തെ പെണ്ണ്. അങ്ങനെ നിന്റെ സഹകളത്രകളിൽ നിന്ന് അവരെ നീ കണ്ടുമുട്ടിയാൽ ഫഖറഈഹിന്ന മിന്നി സലാം, അവരോട് എൻ്റെ സലാം പറയണമെന്ന് പറഞ്ഞു. ഖദീജ ബീവി മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സഹകളത്രകളെ നീ കണ്ടുമുട്ടിയാൽ സലാം പറയണം. ഫഖാലത്ത്, അപ്പോൾ ഖദീജ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹൽ തസവ്വജ്ത ഖബ്ലി, എൻ്റെ മുമ്പ് തങ്ങൾ വേറെ വിവാഹം ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് എനിക്കൊരു സഹകളത്ര ഉണ്ടാവുക? ഖദീജ ബീവി വഫാത്താവുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അറിയാത്തൊരു വിവാഹത്തിൽ നടന്നോ? എൻ്റെ മുമ്പ് തങ്ങൾ വേറെ ഏതെങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല, വലാകിന്നല്ലാഹ സവ്വജനി മറിയം ബിൻത് ഇമ്രാൻ, വലാകിന്നല്ലാഹ സവ്വജനി മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയമിനെ അല്ലാഹു തആല എനിക്ക് വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്. വആസിയത ഇംറഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയയും വകുൽസും ഉഖ്തു മൂസ, മൂസ അലൈഹിസ്സലാമിന്റെ സഹോദരിയായ ഒരു കുൽസുമുണ്ട്. മൂസ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയപ്പോൾ പറഞ്ഞില്ലേ, ഫഖാലത് ലിഉഖ്തിഹി ഖുസ്സീഹ് ഫബസുറത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യബ്സുറൂൻ. മറ്റുള്ളവർ കാണാതെ ശ്രദ്ധിക്കാതെ എവിടേക്കാണ് ഈ പെട്ടി പോകുന്നത് എന്ന് നോക്കി നടന്നത് ആ പെങ്ങളാണ്. ഉമ്മ പറഞ്ഞു പെങ്ങളോട്, ഫഖാലത്ത് ലിഉഖ്തിഹി ഖുസ്സീഹി, പെട്ടിയെ അനുധാവനം ചെയ്യുക. അങ്ങനെ അവരാണ് പിന്നെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞത്, വഹറംനാ അലൈഹിൽ മറാദിയ മിൻ ഖബ്ൽ, ആരുടെ മലയും ഈ കുട്ടി സ്വീകരിക്കാതിരുന്നപ്പോൾ, ഹൽ അദുല്ലുകും അലാ അഹ്ലി ബൈതി യക്ഫുലൂനഹു വഹും ലഹു നാസിഹൂൻ, ഈ കുട്ടിയെ നന്നായി വളർത്തുന്ന ഒരു വീട്ടുകാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരാമെന്ന് പറയുന്നതും സ്വന്തം പെങ്ങൾ തന്നെയാണ്. പക്ഷെ അവർക്കറിയില്ല ഇത് പെങ്ങളാണെന്ന്. അങ്ങനെയുള്ള കുൽസും ഉഖ്തു മൂസ, മൂസ അലൈഹി സ്വലാമിന്റെ സഹോദരിയായ കുൽസും, ഫിർഔന്റെ ഭാര്യയായ ആസിയ, അതുപോലെ മറിയം ബീവി, ഇവരെയൊക്കെ അല്ലാഹു തആല എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുകയാണ്. അവരാണ് എൻ്റെ സഹകളത്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരോട് നീ സലാം പറയണമെന്ന് ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവിക്ക് അല്ലാഹു തആല മരണസമയത്ത് സലാം പറഞ്ഞയക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് മറിയം ബീവിക്കും അതുപോലെ തന്നെ ആസിയ ബീവിക്കും കുൽസുമിനും ഒക്കെ സലാം പറഞ്ഞയക്കുന്നു. ഇങ്ങനെ സലാം പറഞ്ഞയക്കുക എന്നൊരു ഏർപ്പാട് അള്ളാഹുവും റസൂലും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അവരൊക്കെയാണ് ഇവരെക്കാളും ഉത്തമരായ പെണ്ണുങ്ങളെ, തയ്യിബാത്തും അബ്കാറുമായ പെണ്ണുങ്ങളെ നൽകുമെന്ന് പറഞ്ഞത്.
അബൂ ഉമാമ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഇലിംതു അന്ന അല്ലാഹ സവ്വജനി ഫിൽ ജന്നതി മറിയം ബിൻത ഇംറാൻ വകുൽസും ഉഖ്ത മൂസ വആസിയ ഇംറഅത ഫിർഔൻ. എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹു തആല എനിക്ക് സ്വർഗ്ഗത്തിൽ വിവാഹം ചെയ്തു തന്നു എന്ന് മറിയം ബീവിയെയും കുൽസും ബീവിയെയും ആസിയ ബീവിയെയും. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫഖുൽതു, അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു ഹനി അല്ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് വളരെയേറെ സന്തോഷം. ഒരാളൊരു സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അതിന് ഒരു അഭിനന്ദനം നൽകണം, തഹ്നിയത്ത്, അഭിനന്ദിക്കുക, തങ്ങൾക്ക് അഭിനന്ദനമായിരിക്കട്ടെ റസൂലെ. ഒരു സന്തോഷം അറിയിക്കുമ്പോൾ ഒരു തഹ്നിയത്തിന്റെ വചനം പറയുക എന്നത് സ്വഹാബത്തിന്റെ ഇടയിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരെ നിലനിർത്തി പോന്നിരുന്ന ഒരു സ്വഭാവമാണ്. ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഗ്രീറ്റിങ്സ്, തഹ്നിയത്ത്, അതിനൊരു അഭിനന്ദനം അറിയിക്കണം. ഇതൊരു വലിയ സംഭവമല്ലേ? മറിയം ബീവിയെയും കുൽസും ബീവിയെയും ആസിയ ബീവിയും ഒക്കെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നു സ്വർഗത്തിൽ. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിരുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ എന്ന്. എന്താണെങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിലാണ് ഈ 3 ഹദീസുകളും കൊണ്ടുവന്നത്. വഹാദാ അയ്ളൻ ദഈഫ് വറുവിയ മുർസലൻ അൻ ഇബ്നു അബീ ദാവൂദ്. ഈ ഹദീസും ദഈഫാണ്, നേരത്തെ പറഞ്ഞ ഹദീസുകളും ദഈഫ് തന്നെയാണ്. ഹദീസുകൾ സ്വഹീഹായ ഹദീസുകളല്ല, എങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവെ ഒരുപാട് രീതികളിൽ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടത് കൊണ്ട് ഒന്നിനെ ശക്തിപ്പെടുത്തുമെന്ന, അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളെ പൊതുവെ എല്ലാ മുഫസ്സിറുകളും സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും സയ്യിബാത്തിൻ വ അബ്കാറ എന്ന് പറഞ്ഞ സയ്യിബ് എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ വന്നു? അത് ഖുർത്തുബി പറയുന്നു, ഇന്നമാ സുമിയത്തി സയ്യിബു സയ്യിബൻ ലിഅന്നഹാ റാജിഅത്തുൻ ഇലാ സൗജിഹാ. സാബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് വാക്കിനർത്ഥം. സാബ വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. മസാബത്ത് എന്ന് പറഞ്ഞാൽ മടങ്ങാനുള്ള സ്ഥലം, വീണ്ടും വീണ്ടും പോകാനുള്ള സ്ഥലമായതുകൊണ്ടാണ് മസാബത്ത് എന്ന് പറഞ്ഞത്. സാബ മടങ്ങുക എന്നാണ് വാക്കിനർത്ഥം. സയ്യിബ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നവൾ എന്നാണ്. എന്താണ് അകന്യകയായ സ്ത്രീയെ പറ്റി മടങ്ങി വരുന്നവർ എന്ന അർത്ഥമുള്ള സയ്യിബ് ഉപയോഗിക്കാൻ കാരണം? ഇന്നമാ സുമിയത്തി സയ്യിബു സയ്യിബൻ ലിഅന്നഹാ റാജിഅത്തുൻ ഇലാ സൗജിഹാ ഇൻ അഖാമ മഅഹാ ഔ ഇലാ ഗൈരിഹി ഇൻ ഫാറഖഹ. സയ്യിബിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കന്യകാത്വം നഷ്ടപ്പെട്ടവളാണ്. കന്യകാത്വം നഷ്ടപ്പെട്ടവൾ ഏതെങ്കിലും ഒരു ഭർത്താവിനാൽ വിവാഹം ചെയ്യപ്പെട്ടവളായിരിക്കും. അതുകൊണ്ട് ആ ഭർത്താവിനോടൊപ്പം അവൾ തുടരുകയാണെങ്കിൽ ആ ഭർത്താവിലേക്ക് അവൾ മടങ്ങിപ്പോകുന്നവളാണ്. അതല്ല, ആ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞാൽ മറ്റൊരാളിലേക്ക് മടങ്ങിപ്പോകുന്നവളാണ്. എന്തായാലും മടങ്ങിപ്പോവുക എന്നത് ആ അർത്ഥത്തിൽ അവളെ സംബന്ധിച്ച് ശരിയാണ്. വഖീല ലിഅന്നഹാ സാബിത്തുൻ ഇലാ ബൈതി അബവൈഹാ. അല്ല, പിതാവിൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവൾ എന്ന അർത്ഥത്തിലാണ്. ഭർത്താവ് വിവാഹമോചനം ചെയ്താൽ അവൾ പിന്നെ സ്വാഭാവികമായും പിതാവിൻ്റെയും മാതാവിൻ്റെയും, അതായത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവളായിരിക്കും. വഹാദ അസഹു, ഇതാണ് കൂടുതൽ ശരിയായത്. കാരണം അന്നഹു ലൈസ കുല്ലു സയ്യിബിൻ തഊദു ഇലാ സൗജിൻ. എല്ലാ സയ്യിബും ഭർത്താവിലേക്ക് മടങ്ങിപ്പോകണമെന്നില്ല. ഒരു വിവാഹം കഴിഞ്ഞ് ആ വിവാഹത്തിൽ നിന്ന് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ പുനർവിവാഹം ചെയ്യപ്പെട്ടോളണമെന്നില്ല. അവൾ അവളുടെ ഉമ്മൻ്റെയും വാപ്പൻ്റെയും വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക, അപ്പോഴും അവർ സയ്യിബ. അപ്പോൾ ആ അർത്ഥത്തിൽ രണ്ടാമതൊരു ഭർത്താവിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവളെന്ന്. എന്താണെങ്കിലും കന്യകാത്വം നഷ്ടപ്പെട്ടവളെന്നാണ് സയ്യിബിനർത്ഥം. ബിക്ർ എന്ന് പറഞ്ഞാൽ ഫഹിയൽ അദ്റാഉ, കന്യക എന്നാണ് അതിനർത്ഥം. സുമിയത്ത് ബിക്റ ലിഅന്നഹാ അലാ അവ്വലി ഹാലതിഹി അല്ലതി ഖുലിഖത് ബിഹാ. ബിക്ർ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം എന്താണ്? സൃഷ്ടിക്കപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരാത്തവൾ എന്ന് പറഞ്ഞാൽ കന്യകാത്വം നഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയാണോ അവളെ സൃഷ്ടിക്കപ്പെട്ടത് ആ അവസ്ഥ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള തുറന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്തതിനൊക്കെയാണ് അറബിയിൽ ബിക്ർ എന്ന് പറയുന്നത്. അനാഘ്രാത പുഷ്പം, വാസനിക്കപ്പെടാത്ത പൂവ്, അതുപോലെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത സാധനങ്ങൾക്കൊക്കെ ബിക്ർ എന്ന് പറയും. ഖുർത്തുബി തന്നെ പറയുന്നു, ഇവിടെ സയ്യിബാത്തിൻ വ അബ്കാറ എന്ന് പറഞ്ഞത് നേരത്തെ ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സയ്യിബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മിസ്ലു ആസിയത്ത ഇംറഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയെ പോലുള്ളവരാണ്. ബിക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മിസ്ലു മറിയമ ബിൻതി ഇമ്രാൻ ഇബ്നത്തി ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം ബിബിയെ പോലുള്ളവരാണ്. ഖുൽതു, ഇമാം ഖുർത്തുബി കൽബിയെ തൊട്ട് ഈ അഭിപ്രായം പറഞ്ഞതിന് ശേഷം സ്വന്തമായി പറയാണ്,
വഹാദ ഇന്നമാ യംശി അലാ ഖൗലി മൻ ഖാല ഇന്ന തബ്ദീല വഅദുൻ മിനല്ലാഹി ലിനബിയിഹി ലൗ തല്ലഖഹുന്ന ഫിദ് ദുനിയ സവ്വജഹു ഫിൽ ആഖിറതി ഖൈറൻ മിൻഹുന്ന. ദുനിയാവിൽ ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ആഖിറത്തിൽ ഇവരെക്കാൾ ഖൈറായ സ്ത്രീകളെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കും എന്ന വഅദയെ അനുസരിച്ച് ആണ് ഈ അഭിപ്രായം. ആഖിറത്തിൽ മറിയം ബീവിയെയും ആസിയ ബീവിയൊക്കെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന്. എന്താണെങ്കിലും അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന, തങ്ങളുടെ റബ്ബായേക്കാം, അല്ലാഹു തആല ആയേക്കാം എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നടപ്പാവുക തന്നെ ചെയ്യും. അസ എന്ന് പറഞ്ഞാൽ ആയേക്കാം, നടന്നേക്കാം എന്നൊരു പ്രതീക്ഷയുടെ വാക്കിൽപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയുമ്പോൾ അത് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് പക്ഷേ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ അസ എന്നത് ഇൻ ത്വല്ലഖകുന്ന എന്ന ഒരു ഷർത്തുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളെ നബിത്തങ്ങൾ ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ നല്ലവരായ പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതിനോട് നബിത്തങ്ങൾ ഇവരാരും ത്വലാഖ് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു വഅദയായി നിലനിൽക്കുന്നില്ല, വഅദയായി കാണേണ്ടതില്ല എന്ന അഭിപ്രായവുമുണ്ട്. പിന്നെ മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ, അതൊക്കെ വ്യക്തം തന്നെയാണ്, വിശദീകരിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ അനുസരണയുള്ള സ്ത്രീകൾ. പിന്നെ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ. ഖാനിതാത്ത് എന്ന് പറഞ്ഞാൽ ഖനത എന്ന വാക്കിനർത്ഥം ശാന്തമായി നിന്നു എന്നാണ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈൽ, ശാന്തമായി ഇങ്ങനെ നിൽക്കുന്നതിനാണ് ശരിക്കും ഖനത എന്ന് പറയാം. വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി, ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ശാന്തമായി നിൽക്കൽ. അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ശാന്തമായി നിൽക്കുന്നതിനാണ് ഖുനൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഖനത എന്നതിൽ നിന്നുള്ളതാണ് ഖാനിതാത്ത്. ശാന്തമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിലൊക്കെ മറ്റു ചിന്തകളൊന്നുമില്ലാതെ അള്ളാഹിന്റെ മുമ്പിൽ ശാന്തമായി നിൽക്കുന്ന സ്ത്രീകൾ. ആബിദാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തിലും നിരതരായ ആളുകൾ. സായിഹാത്ത് എന്നതിന് രണ്ടഭിപ്രായങ്ങളുണ്ട്. കൂടുതൽ തഫ്സീറുകളും പറഞ്ഞത് നോമ്പ് നോക്കുന്ന പെണ്ണുങ്ങൾ എന്നാണ്. സിയാഹത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതിനാണ് പറയാം, സിയാഹത്ത്. അതുകൊണ്ട് തന്നെ ഹിജ്റ ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്നൊരർത്ഥവും കൂടി ഇതിന് പറഞ്ഞിട്ടുണ്ട്. സായിഹാത്ത് എന്ന് പറഞ്ഞാൽ മുഹാജിറാത്തായ പെണ്ണുങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരിൽ അധിക പേരും മുഹാജിറാത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഈ ഗുണം എന്നുള്ളത്, വേറെയും ഇതുപോലുള്ള പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിൽ മുഹാജിറാത്തായ പെണ്ണുങ്ങളാണെന്നൊരു അഭിപ്രായമുണ്ട്. അതേ സമയത്ത് സിയാഹത്ത് നോമ്പിനും പറയും. എന്ന് പറഞ്ഞാൽ മാനസികമായൊരു യാത്രയാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ നോമ്പിനെ പറ്റി പല ഹദീസുകളിലും സായിഹാത്ത് എന്ന് വന്നിട്ടുണ്ട്, സിയാഹത്ത് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന സായിഹാത്ത് നോമ്പ് നോക്കുന്ന പെണ്ണുങ്ങളാണ് എന്നാണ് പ്രസിദ്ധമായ തഫ്സീറുകളിലൊക്കെ പറഞ്ഞത്. പിന്നെ ഇന്ന് സിയാഹത്ത് ഉമ്മത്തി അൽ ജിഹാദ്, എൻ്റെ ഉമ്മത്തിൻ്റെ സിയാഹത്ത് ജിഹാദാന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചവർക്ക് ജിഹാദ് ഇല്ലാത്തത് കൊണ്ട് ആ അഭിപ്രായം ഇവിടെ പറയുന്നില്ല. ഒന്നിരിക്കൽ നോമ്പുകാരികളായ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഹിജ്റ പോകുന്ന പെണ്ണുങ്ങൾ. സയ്യിബാത്തിൻ വ അബ്കാറ, കന്യകകളും അകന്യകകളുമായ പെണ്ണുങ്ങൾ എന്നെന്തിനാ പറഞ്ഞത്? അതിനെപ്പറ്റി തഹ്രീർ വ തൻവീർ പറയുന്നത് വജ്ഹു ഹാദ തഫ്സീൽ ഫി സൗജാത്തിൽ മുഖദ്ദറാത്തി ലിഅന്ന കിൽത സിഫത്തൈനി മഹാസിനുഹാ ഇൻദ റിജാൽ. കന്യകകൾ അകന്യകകൾ രണ്ടും ആണുങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. കന്യകകളെയും അകന്യകകളെയും പലപ്പോഴും ആണുങ്ങളുടെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ളവരാണ്. കാരണം ഫസയ്യിബു അർആ ലിവാജിബാത്തി സൗജി വഅംയലു മഅ അഹ്വാഇഹി വഅഖ്വമു അലാ ബൈതിഹി വഅഹ്സനു ലിആബൻ വഅബ്ഹാ സീനതൻ വഅഹ്ലാ വജ്ഹ. സയ്യിബാണ് വീട്ടിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കാൻ. കാരണം നേരത്തെ ഒരു വിവാഹത്തിലൂടെ അവർക്ക് വീട് ഭരിച്ച പരിചയമുണ്ടാവും. അതുപോലെ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കാൻ അറിയുന്നത് ഒരു പരിചയമുള്ള പെണ്ണ് എന്ന നിലയ്ക്ക്, നേരത്തെ വിവാഹത്തിലൂടെ ഒരു പരിചയം വന്ന പെണ്ണ് എന്ന നിലയ്ക്ക് ഗൃഹകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ, അതുപോലെ തന്നെ തുടങ്ങിയ ഒരു ഭാര്യ ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും സയ്യിബായിരിക്കും നന്നാവുക. എന്നാൽ വൽ ബിക്രു, മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ ബിക്ർ കന്യക അശദ്ദുഹയ, കൂടുതൽ ലജ്ജയുള്ളവരും കൂടുതൽ കളിതമാശകളുള്ളവരും ഭർത്താവിനെ മറ്റു പല രീതികളിലും കൂടുതൽ ഇഷ്ടപ്പെടുത്താൻ കഴിയുന്നവളുമാണ്. അതുകൊണ്ട് തന്നെ വൽ ബിക്രു ലാ തഅരിഫു റജുലൻ ഖബ്ല സൗജിഹ, ആദ്യമായി വിവാഹം ചെയ്യപ്പെടുന്നവളായതുകൊണ്ട് തന്നെ ഒരു കന്യക നേരത്തെ മറ്റൊരാണിനെ പരിചയപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും ആണുങ്ങളുടെ ഒരു പ്രകൃതി
മറ്റാരും ബന്ധപ്പെടാത്ത ഒരു സ്ത്രീയെ തന്നെ പ്രാപിക്കണം എന്നതാണ് ആണുങ്ങളുടെ സ്വാഭാവിക പ്രകൃതി. അതുകൊണ്ട് ഈ രണ്ട് താല്പര്യങ്ങളും, വീടും ഗൃഹഭരണവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സയ്യിബായ പെണ്ണുങ്ങളും നല്ലതാണ്. ഭർത്താവിനെ ഇഷ്ടപ്പെടുത്താൻ മറ്റു പല രീതിയിലും ബിക്റായ പെണ്ണുങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് രണ്ടും കൊടുക്കും അല്ലാഹു തആല. സയ്യിബാത്തും വഅബ്കാറ. സയ്യിബാത്തിന് ആദ്യം പറഞ്ഞത് ലിഅന്ന അക്സറ അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ തസവ്വജഹുന്ന കുന്ന സയ്യിബാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ മിക്ക ഭാര്യമാരും നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ സയ്യിബാത്തായിരുന്നു. ആയിഷ ബീവി മാത്രമാണ് കന്യകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത്. വലഅല്ലഹു ഇശാറത്തുൻ ഇലാ അന്നൽ മലാമൽ അശദ്ദ മുവജ്ജഹുൻ ഇലാ ഹഫ്സത ഖബ്ല ആയിഷത. അതുകൊണ്ട് തന്നെ ഇവിടെ ഹഫ്സ ബീവിയെയാണ് ആയിഷ ബീവിയേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ആക്ഷേപം ബാധിക്കുന്നത്. കാരണം ഹഫ്സ ബീവി നേരത്തെ കന്യകയല്ല, വിവാഹമോചിതയായ സ്ത്രീയാണ്. വകാനത്ത് ഹഫ്സത്തു മിമ്മൻ തസവ്വജഹുന്ന സയ്യിബാത്ത് വആയിഷത്തു ഹിയ അല്ലതി തസവ്വജഹാ ബിക്റൻ. ആയിഷ ബീവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യകയായി വിവാഹം ചെയ്തത്. ഹഫ്സ ബീവി വിവാഹമോചിതയായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം സയ്യിബാത്ത് പറഞ്ഞപ്പോൾ അവർക്കാണ് ഈ വിഷയത്തിന് കൂടുതൽ, ഇതൊരു ആക്ഷേപമായിട്ടാണല്ലോ പറയുന്നത്. നിങ്ങളൊക്കെ നബി തങ്ങളെ വിഷമിപ്പിച്ചാൽ നിങ്ങളെക്കാണൊക്കെ നല്ല പെണ്ണുങ്ങളെ നൽകും എന്ന് പറയുന്നിടത്ത് ആ പെണ്ണുങ്ങളുടെ സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ ആദ്യം സയ്യിബാത്ത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ വിമർശനം കൂടുതൽ ഹഫ്സ ബീവിയിലേക്കാണ്. പൊതുവെ പറയപ്പെടാറുള്ളത് പോലെ ഒരു സൂചന മതി ആളുകൾക്ക്, വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇതില് ആക്ഷേപം ആയിഷ ബീവിയേക്കാൾ കൂടുതൽ ഹഫ്സ ബീവിക്കാണ് എന്ന് വരിക എന്ന് ഈ മുന്തിക്കൽ കൊണ്ട് സയ്യിബാത്തിന് ആദ്യം പറഞ്ഞത് കൊണ്ട് വരും എന്നൊരു അഭിപ്രായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ നിങ്ങൾ കാക്കുക, സൂക്ഷിക്കുക. ഖൂ നിങ്ങൾ കാക്കുക. വഖ യഖി എന്ന ഫിഅലിന്റെ അംർ ഫിഅലാണ് ഖി എന്നത്. അതിന്റെ ബഹുവചനാണ് ഖൂ എന്നത്. ഖൂ നിങ്ങൾ കാക്കുക, അൻഫുസക്കും നിങ്ങളുടെ ശരീരങ്ങളെ, വഅഹ്ലീകും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കാക്കണം. നാറൻ നരകത്തിന്റെ തീയെ തൊട്ട് കാക്കണം. സത്യവിശ്വാസികളോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ കാക്കണം. ഏതാണ് നരകം? വഖൂദുഹൻ നാസു വൽ ഹിജാറ. വഖൂദുഹ ആ നരകത്തിന്റെ ഇന്ധനം, അന്നാസു മനുഷ്യരാണ്, വൽ ഹിജാറത്തു കല്ലുകളുമാണ്. വഖൂദുഹ ആ നരകത്തിന്റെ ഇന്ധനം, അന്നാസു മനുഷ്യരാണ്, വൽ ഹിജാറത്തു കല്ലുമാണ്. നരകത്തിന്റെ ഇന്ധനം നരകത്തിലിട്ട് കത്തിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. അങ്ങനെയുള്ള നരകത്തിന്റെ തീയെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ശരീരം മാത്രം പോരാ, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കാക്കണം. അലൈഹ ആ നരകത്തിന്റെ മേലുണ്ട് മലായികത്തുൻ മലക്കുകളുണ്ട്, ഗിലാദുൻ പരുക്കൻ പ്രകൃതക്കാരായ, ഗിലാദ് പരുഷ പ്രകൃതക്കാരായ, ഗലീദ് എന്ന് പറഞ്ഞാൽ വളരെ പരുഷ പ്രകൃതിയുള്ള, യാതൊരു കാരുണ്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാണ് ഗലീദ് എന്ന് പറയും. അതിന്റെ ബഹുവചനാണ് ഗിലാദ്. പരുക്കൻ പ്രകൃതിയുള്ളവരായ, ശിദാദുൻ അതിശക്തരായ, അതിശക്തരും കാരുണ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരുമായ മലക്കുകളെയാണ് അല്ലാഹു തആല നരകം കാക്കാൻ ഏൽപ്പിച്ചത്. ആ മലക്കുകളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ അല്ലാഹു തആല അവരോട് എന്ത് കൽപ്പിച്ചോ അതപ്പടി ചെയ്യും. ഒരു എതിരും അവർ പ്രവർത്തിക്കൂല. വയഫ്അലൂന അവർ പ്രവർത്തിക്കുകയും ചെയ്യും. മാ യുഅ്മറൂൻ അവരോട് കൽപ്പിക്കപ്പെടുന്നതൊക്കെ. ഇനി കൽപ്പിച്ചതിന് എതിര് ചെയ്യാതിരിക്കുക മാത്രമല്ല, കൽപ്പിച്ചതൊക്കെ ചെയ്യും. എതിര് കാണിക്കൂല, അനുസരിക്കും ചെയ്യും. അപ്പൊ എന്താണോ ഏൽപ്പിച്ചത് ആ ഡ്യൂട്ടി ചെയ്യുക എന്നല്ലാതെ അതിന് പിന്നെ സ്വന്തമായ ഒരു കാരുണ്യം കാണിക്കുകയോ എന്തൊക്കെയാണെങ്കിലും നമ്മളെ വക എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയുമില്ലാത്ത മലക്കുകൾ, അള്ളാഹു നിർദ്ദേശിച്ചത് അപ്പടി പാലിക്കുന്ന മലക്കുകൾ, കാരുണ്യം എന്നൊരു സ്വഭാവം അള്ളാഹുവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ മലക്കുകളെയാണ് അള്ളാഹു തആല നരകത്തെ സൂക്ഷിക്കാനും നരകത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താനും ഏൽപ്പിച്ചിരിക്കുന്നത്. ആ നരകത്തിൽ കത്തിക്കുന്നതാണെങ്കിൽ മനുഷ്യരെയും കല്ലുകളെയാണ്.
ഈ മനുഷ്യരതിൽ കത്തി വെന്തെരിയുമ്പോഴും ഒരു കാരുണ്യവും മലക്കുകൾക്ക് തോന്നില്ല. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തരികയാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ വഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ കാക്കണം അങ്ങനെയുള്ള ഒരു നരകത്തിന്റെ അഗ്നിയെ. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാക്കണമെന്നതിന് അൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു അതിന് നൽകിയ തഫ്സീറിൽ അദ്ദിബൂഹും അല്ലിമൂഹും എന്നാ പറഞ്ഞത്. നിങ്ങളെ നരകത്തിന്റെ അഗ്നിയെ തൊട്ട് കാക്കണം. മക്കളെയും കുടുംബങ്ങളെയും എങ്ങനെ കാക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കുക? അദ്ദിബൂഹും, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണം. അല്ലിമൂഹും, അവരെ നിങ്ങൾ പഠിപ്പിക്കണം. വിവരം പഠിപ്പിച്ചുകൊണ്ടും സംസ്കാര ചിത്തരാക്കിക്കൊണ്ടുമാണ് നിങ്ങൾ അവരെ നരകത്തിൽ നിന്ന് കാക്കേണ്ടത്. എങ്ങനെ ഈ നരകത്തിൽ നിന്ന് കാക്കുക പറഞ്ഞത്? തീ വരുമ്പോൾ അങ്ങനെ തടുത്തു നിർത്താൻ കഴിയും? ഈ നരകത്തിന്റെ ആളുകൾ ജബാനിയാക്കളാണ്, യാതൊരു കാരുണ്യവുമില്ലാത്ത മലക്കുകളാണ്. അവര് ഓരോ മനുഷ്യനെയും അവന്റെ പെരടിയും കാലും കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് നരകത്തിലേക്ക് ഇടുന്നത്. ആ സമയത്ത് തടുക്കാൻ ഒരാൾക്കുമാവില്ല. ഇതെന്റെ മകനാണ്, എൻ്റെ മോളാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ വെച്ചല്ല കാക്കേണ്ടത്, അവിടെ വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് ദുനിയാവിലെ മക്കളെയും ബന്ധപ്പെട്ടവരെയും കുടുംബങ്ങളെയും അദബുള്ളവരാക്കുക, അവർക്ക് ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുക, അവർക്ക് വിജ്ഞാനം നൽകുക. അങ്ങനെയാണ് അവരെ നരകത്തെ തൊട്ട് കാക്കേണ്ടത്. അനിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഇഅ്മലൂ ബിതാഅത്തില്ലാ, ഒന്നാമതായി നിങ്ങൾ അല്ലാഹുവിന്റെ താഴത്തനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനനുസരിച്ച് പ്രവർത്തിക്കണം. വത്തഖൂ മആസിയല്ലാഹ്, അല്ലാഹുവിന് ദോഷം ചെയ്യുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് വമുറു അഹ്ലീകും ബിദ്ദിക്ർ, നിങ്ങളുടെ കുടുംബങ്ങളെ ദിക്ർ കൊണ്ട് കൽപ്പിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ദിക്ർ ചൊല്ലാനും അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താനും നിങ്ങൾ കൽപ്പിക്കുക. അങ്ങനെയാണ് അവരെ നരകത്തെ തൊട്ട് കാക്കേണ്ടത്. എന്നാൽ യുൻജീകുമുല്ലാഹു മിനന്നാർ, അല്ലാഹു തആല നിങ്ങളെ നരകത്തിൽ നിന്ന് കാക്കും. അപ്പൊ നരകത്തിൽ നിന്നൊരു മനുഷ്യൻ സൂക്ഷിക്കേണ്ടത് സ്വന്തം ശരീരത്തെയും കുടുംബത്തെയുമാണ്. അത് അവരെ പഠിപ്പിച്ചുകൊണ്ടും ദിക്റിന് പ്രേരിപ്പിച്ചുകൊണ്ടുമാണ്. വഫി മഅന ഹാദിഹിൽ ആയത്തി അൽ ഹദീസ് അല്ലദി റവാഹു ഇമാം അഹ്മദ് വ അബൂ ദാവൂദ വ തുർമദി, ഇമാം അഹ്മദും അബൂദാവൂദും തുർമദിയും റളിയല്ലാഹു അൻഹും ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഒരു ഹദീസ്, പ്രസിദ്ധമായ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറു സ്വബിയ്യ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീന ഫഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹു അലൈഹ. ഈ ഹദീസ് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അത് എത്ര പേർ ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രശ്നം. ഈ ഹദീസും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്നതാണ്. മുറുസ്വബിയ്യ ബിസ്സലാത്തി, കുട്ടികളോട് നമസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. ഇദാ ബലഗ 7 സിനീന, 7 വയസ്സായാൽ, 7 വയസ്സ് പ്രാപിച്ചാൽ പൂർത്തിയായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. ഫഇദാ ബലഗ 10 സിനീന, 10 വയസ്സായാൽ ഫദ്രിബൂഹു അലൈഹ, നമസ്കാരം ഉപേക്ഷിച്ചാൽ അതിന്റെ മേൽ നിങ്ങൾ കുട്ടികളെ അടിക്കണം. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ നരകത്തെ തൊട്ട് കാക്കേണ്ടത്. ഇത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഖാലൽ ഫുഖഹാഉ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വഹാക്കദാ ഫിസ്സൗമി, നോമ്പിന്റെ കാര്യത്തിലും 7 വയസ്സായാൽ കുട്ടിയോട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നോമ്പെടുത്തില്ലെങ്കിൽ തല്ലുകയും വേണം. കാരണം ലിയകൂന ദാലിക തംരീനൻ ലഹു അൽ ഇബാദ. എന്തിനാണ് 7ഉം 10 വയസ്സായ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നിർബന്ധമില്ലാത്ത അമലുകൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത്? അത് ഇബാദത്തിന്റെ മേൽ അവനൊരു പരിശീലനം ലഭിക്കാനും, ലികൈ യബ്ലുഗ വഹുവ മുസ്തമിറുൻ അലൽ ഇബാദ, ഇബാദത്ത് ചെയ്ത് പരിശീലിച്ച് പിന്നീട് അത് തുടരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം അവന് പ്രായപൂർത്തിയാവുന്നത്. എന്നാൽ പിന്നെ സ്വാഭാവികമായും അത് പിന്നെ ഉപേക്ഷിക്കാതെ അങ്ങനെ കൊണ്ടുനടക്കും. അൽഹംദുലില്ലാഹ്, ഒരു പരിധി വരെ നമുക്കൊക്കെ നിസ്കരിക്കാനുള്ള താല്പര്യങ്ങൾ ഉണ്ടായത് നമ്മുടെ കുടുംബങ്ങളിൽ ഉമ്മയും വാപ്പയും ഒക്കെ ചെറുപ്പത്തിൽ അത് ശീലിപ്പിച്ചതിന് വലിയൊരു കാരണം അതിലുണ്ടാവും. അല്ലാതെ പ്രായപൂർത്തിയാകുന്ന അന്ന് നിസ്കാരം തുടങ്ങിയാൽ അതൊക്കെ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് പൈതൃകമായി ലഭിച്ച ഈ ഒരു സൗഭാഗ്യം മക്കൾക്ക് നൽകുന്നതിൽ അമാന്തം കാണിക്കരുത്. അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് മറ്റു പല സൗകര്യങ്ങളുണ്ടായോ, അവരുടെ പാഠപുസ്തകം കിട്ടിയോ, അവരുടെ പഠനോപകരണങ്ങൾ കിട്ടിയോ, അവർക്ക് വേണ്ട വേറെ പോഷകാഹാരം കിട്ടിയോ, വൈദ്യസഹായം ലഭിക്കുന്നോ, ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് ഇതൊക്കെയും ഭൗതികമായ ശരീരത്തിന്റെ ഏതാനും നിമിഷങ്ങളുടെ വികാസങ്ങളുടെയും വളർച്ചകളുടെയും മാത്രം പ്രശ്നമാണെന്നും ഈ കുട്ടി ശാശ്വതമായി തന്നോടൊപ്പം
സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്നാമതായി താൻ സ്വർഗത്തിൽ പോകണം, രണ്ടാമതായി കുടുംബങ്ങൾ സ്വർഗത്തിലെത്തണം. അതിന് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാതാപിതാക്കൾക്ക് ഓർമ്മ വേണം. അതില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന സ്നേഹിക്കുന്ന കുട്ടിയെ അവസാനം അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ കുട്ടി പറയുന്നതിനൊക്കെ തുള്ളിക്കൊടുത്ത് അവൻ എന്താണോ പറയുന്നത്, കുട്ടികളല്ലേ, അവരുടെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കലാണ് ബുദ്ധി. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളുടെ മനഃശാസ്ത്രം അറിയണം, അവരുടെ താല്പര്യങ്ങളെ എതിര് കാണിക്കരുത്, വിഘ്നം വരുത്തരുത്. അപ്പോൾ അവർക്കൊരു തരം പ്രതികാരം ഉണ്ടാവും, മാതാപിതാക്കളോടൊരു തരം പ്രയാസങ്ങൾ ഉണ്ടാവും. ആ കുട്ടികൾ പറയുന്നതിനൊക്കെ അനുസരിച്ച് അവരുടെ കാലവും പ്രായമൊക്കെ മനസ്സിലാക്കി പെരുമാറണം. ഒക്കെ ശരിയാണ്. ഈ ശരികൾ അവസാനം എത്തിപ്പെടൽ എവിടെയാണ്? സ്വാഭാവികമായും വളർന്നു വരുന്ന തലമുറയുടെ കൂട്ടുകെട്ടുകളുടെ താല്പര്യങ്ങളാണ് അവരിലും പ്രതിഫലിക്കുക. ആ കൂട്ടുകെട്ടുകൾ ആവശ്യപ്പെടുന്ന വഴികളിലേക്ക് സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും സഹായിക്കാൻ മാതാപിതാക്കൾ തയ്യാറായിട്ട് സ്നേഹം കൊണ്ട് ആ കുട്ടിയെ കൈപിടിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നരകത്തിൻ്റെ വക്കത്ത് കൊണ്ടയാൾ നിർത്തിക്കൊടുക്കുന്ന സ്നേഹത്തിലാണ് അത് അവസാനിക്കുക. എന്താ നേടിയത്? കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടിയെ നരകാഗ്നിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിക്കൊടുത്തു. അതൊക്കെ അപ്പോഴല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ ഒരു ദിവസം വരും. ഇന്നമാ തുഅദൂന ലആത്, വരിക തന്നെ ചെയ്യും. തലമുറകൾ എത്ര ഇത് അനുഭവിച്ചു കഴിഞ്ഞു. അവർക്കുമുണ്ടായിരുന്നില്ലേ മക്കൾ? നമ്മുടെ മുമ്പ് 10, 100, 200, 300 കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെയൊക്കെ മക്കളായിരുന്നില്ലേ നമ്മുടെ വാപ്പാരും വല്യാപ്പാരും ഒക്കെ? അവരെയൊക്കെ നമ്മുടെ മക്കളെ വളർത്തുന്നത് പോലെ സ്നേഹത്തോടെ വളർത്താൻ അവരും പഠിപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആ പിതാക്കന്മാരും അവരുടെ മക്കളും എവിടെ പോയി? ഇന്നവർക്ക് അവരെ വളർത്താൻ കഴിയില്ല. ഇന്നവർക്ക് അവരുണ്ടാക്കി കൊടുത്ത നന്മകൾ കൊണ്ട് ആഖിറത്തിൽ അവരെ കൂട്ടിന് കിട്ടുമെങ്കിൽ അത് മിച്ചമാണ്, മെച്ചമാണ്. ഇല്ലെങ്കിൽ നഷ്ടമാണ്, സമ്പൂർണ്ണ നഷ്ടമാണ്. ഈ കുറച്ചു കാലത്തെ മക്കളുടെ താല്പര്യങ്ങൾക്കൊപ്പം തുള്ളിക്കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങളെ ഇவ்விதമാക്കിയ ആളുകളെയൊക്കെ കാണിച്ചു തരണം റബ്ബേ. ഞങ്ങളെ നരകാവകാശികളാക്കിയ ആളുകളെ കാണിച്ചു തരണം. ഞങ്ങൾ അവരെ കാലിൻ്റെ ചവിട്ടി താഴ്ത്തിയിട്ടെങ്കിലും ഒന്ന് ആശ്വസിക്കട്ടെ എന്ന് ഉമ്മയെയും വാപ്പയെയും നോക്കി പറയുന്ന മക്കളായിരിക്കും അവസാനം സ്നേഹത്തിൻ്റെയും ലാളനയെയും അതിരുകടക്കൽ കൊണ്ടുണ്ടാകാൻ പോകുന്നു. ഏറ്റവും വലിയ വേദനകൾ സമ്മാനിക്കാനേ ആ മക്കൾക്ക് കഴിയും. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് മക്കളുടെ കാര്യത്തിൽ നരകത്തെ തൊട്ട് എൻ്റെ മകനെ കാക്കണം, എൻ്റെ മകളെ കാക്കണം, എൻ്റെ കുടുംബത്തെ കാക്കണമെന്നാണ് ഏതൊരു ഗൃഹനാഥനും ഉത്തരവാദപ്പെട്ടവനും ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടി. എന്തിന്? മക്കൾക്ക് നല്ല ഷർട്ടും നല്ല പാൻസും നല്ല മൊബൈലും നല്ല ലാപ്ടോപ്പും വാങ്ങിക്കൊടുക്കാനല്ല, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഇതൊക്കെ ഉപയോഗിക്കുമെങ്കിൽ നല്ലത്. നരകത്തിലേക്ക് എത്തിക്കാനാണ് അതൊക്കെ ഉപയോഗപ്പെടുന്നതെങ്കിൽ അത് നിഷേധിക്കാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. താൽക്കാലികമായി കൂട്ടുകാരൻ ആ സൗകര്യമുണ്ട്, മറ്റോന് ഈ സൗകര്യമുണ്ട്, അതിനിടയിൽ ഞാൻ മാത്രം ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ പ്രയാസം ഉണ്ടാവും. ആ രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാനും പ്രയാസം ഉണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാൽ തന്നെയാണ് മകനെ സ്വർഗത്തിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വഖൂദുഹന്നാസു, ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരാണ്. ഐ ഹഖബുഹല്ലദീ യുൽഖാ ഫീഹാ ജുസസു ബനി ആദം, നരകത്തിന് ഇടപെടുന്ന ഇന്ധനം, കത്തിക്കാൻ വേണ്ടി ഇടുന്ന വിറക്. ഹഖബ് നരകത്തിന്റെ വിറക്. അല്ലദീ യുൽഖാ ഫീഹാ, നരകത്തിലേക്ക് ഇടപെടുന്ന വിറകുണ്ടെങ്കിലേ തീക്ക് കത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്താണ് നരകത്തിന്റെ വിറക്? അത് ജുസസു ബനി ആദം, മനുഷ്യരുടെ ശവശരീരങ്ങളാണ്, മനുഷ്യരുടെ ശരീരങ്ങളാണ്. മനുഷ്യരുടെ ശരീരങ്ങളെയാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല നരകത്തിന്റെ വിറകുകളാക്കി നിലനിർത്തുന്നത്. ദുനിയാവിൽ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത്. അത് വേറെ കുറെ മരം കൂട്ടി വെച്ചിട്ട് അതിനുള്ളിട്ട് ദഹിപ്പിക്കുകയാണ്. ഇതൊരു മരമില്ല, നേരെ അവിടെ ദഹിക്കാനുള്ളത് അത്രയും ഈ ശരീരങ്ങളാണ്. ആ കൂട്ടത്തിൽ പിന്നെ ഹിജാറ, കല്ലുണ്ട്. ഏതാണ് ഈ കല്ല്? ഖീല അൽ മുറാദു ബിദാലിക അൽ അസ്നാമുല്ലത്തി കാനത് തുഅബദു. ഏറ്റവും പ്രസിദ്ധമായ പ്രായം ഈ കല്ലുകൾ ആരാധിക്കപ്പെട്ടിരുന്ന ശിലകളാണ് എന്നാണ്. അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യൻ തെരഞ്ഞെടുത്തത് എപ്പോഴും അധികവും ശിലകളായിരുന്നു. ശിലകളിൽ നിന്ന് കൊത്തിയുണ്ടാക്കുന്ന പ്രതിമകളാണ് വിഗ്രഹങ്ങളായി മാറിയത്. അങ്ങനെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ പാടെ അല്ലാഹു തആല നാളെ നരകത്തിലേക്കിടും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ ലൗ കാന ഹൗലാഇ ആലിഹതം മാ വറദൂഹാ
വകുല്ലും ഫീഹാ ഖാലിദൂൻ ലഹും ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. ഇന്നക്കും തീർച്ചയായും നിങ്ങൾ മുശ്രിക്കീങ്ങളോട് അല്ലാഹു തആല പറയാണ്, കാഫിരീങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, ഇന്നക്കും തീർച്ചയായും നിങ്ങളും വമാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ വിഗ്രഹങ്ങളും മുഴുവൻ സാധനങ്ങളും ഹസബു ജഹന്നം, നരകത്തിന്റെ വിറക. നിങ്ങളും നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളൊക്കെയും നരകത്തിന്റെ വിറക. അതുകൊണ്ട് ഇവിടെ നരകത്തിന്റെ വിറകായ കല്ല് എന്ന് പറഞ്ഞത് സൂറത്തുൽ അംബിയായിൽ പറഞ്ഞ അല്ലാഹു അല്ലാതെ ആരാധിക്കാൻ തെരഞ്ഞെടുത്ത കല്ലുകളാണ്. അൻതും ലഹാ വാരിദൂൻ, അല്ലാഹു തആല എന്നിട്ട് പറഞ്ഞത് നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നവരാണ്. ലൗ കാന ഹൗലാഇ ആലിഹതം മാ വറദൂഹ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ദൈവങ്ങളായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ അവർക്ക് കടക്കേണ്ടി വരുമായിരുന്നില്ല. നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കരുതിയാണല്ലോ ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിക്കാൻ പോയത്. ഈ വിഗ്രഹങ്ങൾ തന്നെ നരകത്തിന്റെ അഗ്നികളായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവർ ദൈവങ്ങളായിരുന്നുവെങ്കിൽ നരകത്തിൽ കടക്കേണ്ടിയിരുന്നില്ല. പക്ഷെ അവർ ദൈവങ്ങളല്ല. ലൗ കാന ഹൗലാഇ ആലിഹതം മാ വറദൂഹ വകുല്ലും ഫീഹാ ഖാലിദൂൻ, നിങ്ങളും അവരും ഒക്കെ ആ നരകത്തിൽ ശാശ്വതമായി താമസിക്കണം. മാത്രമല്ല ലഹും ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ, അവിടെ അട്ടഹാസങ്ങളും പ്രയാസങ്ങളും രോദനങ്ങളുമായി ആരാരും കേൾക്കാനില്ലാതെ ബധിരരായി, ശബ്ദങ്ങൾ കേൾക്കാതെ മറ്റുള്ളവർ ആരും ഇവരെ കേൾക്കാനുമില്ലാതെ അങ്ങനെ കാലാകാലങ്ങളായി നരകത്തിൽ താമസിക്കേണ്ടവരാണ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുമൊക്കെ. അതുകൊണ്ട് ഹിജാറത്ത് എന്നത് മുശ്രിക്കുകൾ ആരാധിക്കുന്ന കല്ലുകളാണ്. ആ കല്ലുകളെയും അതിനെ ആരാധിച്ചിരുന്ന മനുഷ്യരെയും ഒക്കെയാണ് അല്ലാഹു തആല നരകത്തിലിട്ട് കത്തിക്കുന്നത്. ഇനി ഹിയ ഹിജാറത്തുൻ മിൻ കിബ്രീത്ത്, ഇത് കത്തുന്ന ചില കല്ലുകളുണ്ട്, ഫോസ്ഫറസ്, അതുപോലുള്ള കല്ലുകളാണ് എന്നൊരു അഭിപ്രായം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മുജാഹിദ്, അബൂ ജഅഫർ അൽ ബാഖിർ തുടങ്ങിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുജാഹിദ് കൂട്ടത്തിൽ അൻതൻ മിനൽ ജീഫത്തി, ശവത്തേക്കാൾ ദുർഗന്ധമായിരിക്കും അതിന്, അങ്ങനെയുള്ള ചില കല്ലുകളാണ്, ചില രാസപദാർത്ഥങ്ങളുടെ കല്ലുകളാണ് എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോസ്ഫറസ് തുടങ്ങിയുള്ള ചില മൂലകങ്ങളൊക്കെ കത്തുന്ന സാധനങ്ങളാണ്, അങ്ങനെയുള്ള കല്ലുകളാണ് ഇത് എന്ന് ഇങ്ങനൊരു അഭിപ്രായവുമുണ്ട്. പക്ഷെ കൂടുതൽ പ്രസിദ്ധമായ അഭിപ്രായം ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളാണ് എന്നാണ്. ഹാഫിദ് ഇബ്നു കസീർ തഫ്സീറിൽ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. വഇൻദഹു ബഅദു അസ്ഹാബിഹി, അവിടെ ചില സ്വഹാബത്തുണ്ടായിരുന്നു. വഫീഹിം ഷൈഖുൻ, ഒരു വൃദ്ധനായ മനുഷ്യനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഫഖാല ഷൈഖു, ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹിജാറത്തു ജഹന്നം കഹിജാറത്തി ദുനിയ, ജഹന്നമിലെ കല്ല് ദുനിയാവിലെ കല്ല് പോലെ തന്നെ ആയിരിക്കുമോ? ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലസഖറത്തും മിൻ സഖരി ജഹന്നമ അഅളമു മിൻ ജിബാലി ദുനിയ കുല്ലിഹ, നരകത്തിലെ ഒരു കല്ല് ദുനിയാവിലെ സകല മലകളെക്കാളും വലുതായിരിക്കും. നരകത്തിലെ ഒരു കല്ല് തന്നെ ദുനിയാവിലെ സകല മലകളെക്കാളും വലുതാ. ഏതെങ്കിലും ചെരക്കല്ലല്ല, അതിഭീമാകാരങ്ങളായ കല്ലുകൾ. ഇത് കേട്ടപ്പോ വൃദ്ധൻ ബോധരഹിതനായി വീണുപോയി. അവരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം, നരകത്തെ പറ്റിയുള്ള പേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവാക്കുകളിൽ നിന്ന് അവർ ഇതിനെ ഏറ്റെടുക്കുകയാണ്. ഒരു സംശയവും അവരുടെ മനസ്സിൽ വരുന്നേയില്ല. ഇത് മുന്നിൽ കാണുന്നത് പോലെയാണ്. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ദൃക്സാക്ഷികളെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും വിവരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ഭീമാകാരങ്ങളായ കല്ലുകൾ, ദുനിയാവിലെ പർവ്വതങ്ങളെക്കാൾ വലിയ കല്ലുകൾ, ആ കല്ലുകളൊക്കെ പാടെ കൂട്ടിയിട്ടിട്ട് മനുഷ്യരെയും കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന ഒരു നരകം. അതാണ് കേട്ടപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണു. ഫവദഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു അലാ ഫുആദിഹി, നബി തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൾ ആ മനുഷ്യന്റെ നെഞ്ചത്ത് വെച്ചു. ഫഇദാ ഹുവ ഹയ്യുൻ, അപ്പോൾ ജീവൻ ബാക്കിയുണ്ട്. ഫനാദാഹു, അപ്പോ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുക, അവസാന ശ്വാസത്തില.
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖാല യാ ശൈഖ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കലിമത്ത് ചൊല്ലിക്കൊടുത്തു. ഫഖാലഹ, ആ വൃദ്ധനായ മനുഷ്യൻ അത് പറഞ്ഞു. ഫബശറഹു ബിൽ ജന്ന, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. നീ ഭയപ്പെടേണ്ട, നീ സ്വർഗത്തിലാണ്. ഖാല ഫഖാല അസ്ഹാബുഹു, അപ്പോൾ അയാളുടെ കൂട്ടുകാർ പറഞ്ഞു, യാ റസൂലല്ലാഹ് മിൻ ബൈനിന, ഞങ്ങൾക്കിടയിൽ നിന്ന് ഇയാൾക്കാണോ ഇപ്പോൾ സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത കിട്ടിയത്? ഇയാൾ പുതിയൊരാളൊരു വൃദ്ധൻ, കാര്യമായി ഇവർക്കാർക്കും പരിചയമില്ല, ഇപ്പം ആദ്യമായിട്ട് വന്ന ഒരാൾ, ഞങ്ങൾക്ക് ഒരുപാട് കാലം തങ്ങളപ്പുണ്ടായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു സന്തോഷ വാർത്ത ഇയാൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളൊക്കെ കൂട്ടത്തിൽ നിന്ന് മൂപ്പർക്കപ്പത് കിട്ടണമെന്ന് വെച്ചു. ഖാല നഅം, അതെ. യഖൂലുല്ലാഹു തആല ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലിമൻ, ദാലിക ഈ സ്വർഗം എന്നതൊക്കെ, ലിമൻ ഖാഫ മഖാമി എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് ഭയപ്പെട്ട ആളുകൾക്കാണ്, വഖാഫ വഈദ് എൻ്റെ താക്കീതുകളെയും ഭയപ്പെട്ടവർക്കാണ്. അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നതിന് ഭയം വേണം, പേടി വേണം, അവർക്കുള്ളതാ സ്വർഗം. പേടി ഉണ്ടാവണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസമുള്ളവന് പേടി ഉണ്ടാവും, എങ്ങനെ ഇല്ലാതിരിക്കുക? നാളെ നിങ്ങൾക്കുള്ള കർശനമായ ഒരു കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും, അതിദാരുണമായി ശിക്ഷിക്കപ്പെടും, ഒരു ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ആ ഒരു വിവരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ പേടിക്കാതെ സുഖമായിട്ടായിട്ട് ഉറങ്ങുക? ഏതെങ്കിലും ഒരു തസ്വീറിൻ്റെയോ വ്യാജ പ്രശ്നത്തിലോ ഇഖാമമായ എന്തെങ്കിലും വലിയ പ്രശ്നത്തിൽ പിടിക്കപ്പെട്ടു, നാളെ രാവിലെ എന്തായാലും നിങ്ങളെ ഹാജരാക്കപ്പെടും, കർശനമായ ചോദ്യം ഉണ്ടാവും. എങ്ങനെ അന്തിക്ക്? പിന്നെ അത് ഉറപ്പാണ്, അതിലിപ്പോൾ ഇനി സംശയമൊന്നുമില്ല, അത്രയും ക്ലിയറായി കാര്യങ്ങളൊക്കെ രേഖകളെല്ലാം മുമ്പിലുണ്ട്. അപ്പം ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങും, പേടി എന്നല്ലേ മനസ്സിൽ, എന്തേക്കാരഞ്ഞിപ്പെന്നാണ്. അതൊരു ഉറപ്പുള്ളതുകൊണ്ട്, ഉറപ്പുള്ളവന് നാളെ ഞാൻ ഇന്ന് രാത്രി മരിച്ചാൽ നാളെ എന്താവും, സ്വർഗവും നരകവും ഉണ്ടല്ലോ എന്തായാലും, ഞാൻ എവിടെ ആവുന്ന ആ പേടി എന്താണ് വരാത്തത്? അത്രയ്ക്കേ വിശ്വാസമുള്ളൂ. ഒരു കഥ കേൾക്കുന്നതിലപ്പുറം മനസ്സതിനങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നാട്ട് ഉറപ്പുള്ളവന് ദുനിയാവിൽ ഒരു സുഖത്തിനും താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടും കഴിഞ്ഞു പോകാത്തൊരു ദിവസം വരും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് കുടുംബങ്ങളൊക്കെ അനർഹമായി പറ്റിയിരുന്ന ഒരുപാട് മുതലുണ്ടായിരുന്നു. തൻ്റെ മുമ്പുള്ള ഭരണാധികാരികളുടെ ലാഘവത്വം കൊണ്ട് കുടുംബക്കാരൊക്കെ ഒരുപാട് മുതലിങ്ങനെ അർഹമായി കൈവശം വെച്ചു പോന്നിരുന്നു. അതൊക്കെ തിരിച്ചു പിടിച്ചപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതൊക്കെ ബൈത്തുൽ മാലിലേക്ക് മുതൽ കൂട്ടിയപ്പോൾ അവരൊക്കെ ചെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീയോട്, ഉമ്മ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് വിളിച്ചിരുന്ന ഒരു ഉമ്മയുടെ സഹോദരി, അവരോട് ചെന്ന് പറഞ്ഞു, അവർ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, നിങ്ങളൊന്ന് പറയണം, എങ്ങനെയൊക്കെ പോയാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ അവൻ്റെ എതിരാവേണ്ടി വരും. ഞങ്ങൾ കുടുംബക്കാരൊക്കെ പാടെ പോൻ്റെ എതിരായാലും അവൻ്റെ ആ ഭരണവും പോറൊന്നും നടക്കൂല. അതുകൊണ്ട് ഞങ്ങളൊക്കെ എതിരാവും. ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മുമ്പ് നേരത്തെ അവൻ്റെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് തന്ന മുതലൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങിയാൽ, അപ്പം അങ്ങനത്തെ ഒരു ദിവസം ഭയപ്പെടേണ്ടി വരും എന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ആ വൃദ്ധയായ സ്ത്രീ അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ മറുപടി, ഉമ്മ, അവരൊക്കെ എനിക്കെതിരാവുന്ന ഒരു ദിവസത്തെ എനിക്ക് പേടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാൾ പേടിയുള്ള ഒരു ദിവസം, അവരൊക്കെ എതിരാണ്, ആ ദിവസത്തോടെ കഴിഞ്ഞു പോകും. അതും കഴിയും, അങ്ങനെ ദിവസമൊക്കെ ഉണ്ടാവും. ആ ദിവസത്തോടെ കഴിയും, അന്നും സൂര്യൻ അസ്തമിക്കും. പക്ഷേ സൂര്യൻ അസ്തമിക്കാനില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ദിവസം വരാനുണ്ടുമ്മ. ആ ഒരു ദിവസമാണ് ഞാൻ ഭയപ്പെടുന്നത്. ദുനിയാവിൽ ആരൊക്കെ എതിരായാലും, ആരൊക്കെ എനിക്കെതിരെ സംഘടിച്ചാലും, ആ ദിനങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ കഴിഞ്ഞു പോവും. അന്ന് എന്തൊക്കെ സംഭവിച്ചാലും അന്ന് സൂര്യൻ അസ്തമിക്കും, പിറ്റേന്നൊരു നേരം പുലരും. പക്ഷേ പിറ്റേന്ന് നേരം പുലരാനില്ലാത്ത, സൂര്യൻ അസ്തമിക്കാനില്ലാത്ത 50,000 കൊല്ലം ഒരേ നിൽപ്പ് നിൽക്കേണ്ട ഒരു ദിവസം, ആ ദിവസത്തെ വിചാരിക്കുമ്പോൾ ഈ ദിവസമൊക്കെ ചെറുതമ്മ. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നതിനെ ഭയപ്പെടുന്നവർക്ക്, അവർക്ക് മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും. വഖാഫ വഈദ്, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക്. ഈ മനുഷ്യന് നരകത്തെ പറ്റി കേട്ടപ്പോൾ
അയാൾ ബോധരഹിതനായി വീണു, ദുനിയാവ് തന്നെ മരിച്ചുപോയി, അയാൾ ദുനിയാവിൽ തന്നെ പിരിഞ്ഞുപോയി. പേടിച്ചിട്ട്, പേടിക്കുന്നവർക്കുള്ളതാ സ്വർഗം. അതുകൊണ്ട് ആണ് ഞാൻ ഈ മനുഷ്യന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹനെ പേടിയുള്ളവർ, നല്ലവർക്ക് തന്നെ എന്നും പേടിയുണ്ടായിട്ടുള്ളൂ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങൾ മരണത്തിന് മുമ്പ് ഇരുന്ന് കരയുകയായിരുന്നു. നല്ലവർക്കാണ് പേടി. അമ്പിയാക്കളെ പറ്റിയൊക്കെ അല്ലാഹു തആല പറഞ്ഞില്ലേ? സൂറത്തുൽ അംബിയായിൽ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞത് വകാനൂ യദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. വകാനൂ യദ്ഊനനാ റഗബൻ വറഹബ, നമ്മോട് അവർ താല്പര്യത്തോടും പേടിച്ചിട്ടും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അമ്പിയാക്കൾക്ക് എന്തിനാ പേടിക്കുന്നത്? പക്ഷേ അവർ പേടിയിലാണ്. അന അത്ഖാകും ലില്ലാഹി വഅഖ്ശാകും ലഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാനാണ് നിങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ. അള്ളാഹിനെ ഏറ്റവും ഭയപ്പെടുന്നവര്, അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവരും അമ്പിയാക്കളും ഉലമാക്കളും ഒക്കെ തന്നെയാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുക ഉലമാ ആണ്, അള്ളാഹിനെ പറ്റി ശരിക്കും അറിയുന്നവരാ. പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടന്നത് കൊണ്ടോ ആരെങ്കിലും പണ്ഡിതനെന്ന് മുദ്ര കുത്തിയതുകൊണ്ടായില്ല. അള്ളാഹുവിനെ അറിയുന്നവർ, അവർക്ക് പേടിയാ. അതുകൊണ്ട് ഇവൻ പണ്ഡിതനാണോ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് ഈ പേടിയുണ്ടോ അല്ലേ എന്ന് നോക്കിയിട്ടാ. പേടിയുണ്ടോ? പേടിയുള്ളവൻ അതിനനുസരിച്ചൊക്കെ പ്രവൃത്തിയിലുണ്ടാവും. പേടിയുള്ളവൻ ഒരു കാലാട് വെക്കുമ്പോൾ പേടിയുണ്ടാവും. അങ്ങനെ പേടിച്ചോ നടക്കണതും ധൈര്യമുള്ളോ നടക്കണതും തമ്മിൽ കണ്ടാൽ തന്നെ ഉണ്ടാവും അതിന്റെ വ്യത്യാസം. പേടിച്ചോൻ അങ്ങനെ അഹങ്കരിച്ചൊന്നും നടക്കാൻ കഴിയില്ല. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്രൂഹ. അങ്ങനെ പൗറെടുത്ത് നടക്കാനൊന്നും പേടിയുള്ളവന് കഴിയില്ല. പേടിയുള്ളോ എന്നും പാത്തും പതുങ്ങിയും വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, കുറച്ചിങ്ങനെ വിനയത്തോടെ പേടിച്ചിട്ട് തന്നെ അവർക്ക് നടക്കാൻ കഴിയുള്ളൂ. എപ്പോഴും പേടിയാണ്, എപ്പോഴും വിഷാദമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ കുൻതും തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നത് കുറവും കരയുന്നത് കൂടുതലുമാകുമായിരുന്നു. നമ്മളോ ചിരിക്കുന്നത് കുറവും കരയുന്നത് കൂടുതലുമാവേണ്ടതിനു പകരം ചിരിക്കുന്നത് കൂടുതലും കരയുന്നത് കുറവുമായിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ സഹിക്കായിരുന്നു. കരയാൻ പരിപാടി ഇല്ലല്ലോ, ഇടല്ലേ കുറവും കൂടുതലും. അള്ളാനെ ഭയപ്പെട്ട് കരയും, വേദന വേറെ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അതാരും കരയും, അതേത് കാഫിറും കരയില്ല. അള്ളാനെ പേടിച്ച് കരയുണ്ടോ? അള്ളാനെ പേടിച്ച് ഒന്ന് കരഞ്ഞാൽ അതിന്റെ വലിയ ഫലമുണ്ട്. വഅയ്നുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ് ഐനാനി ലാ തമസ്സുഹുമന്നാർ. നരകം തൊടാത്ത രണ്ട് കണ്ണുകള്, നരകം തൊടാത്ത രണ്ട് കണ്ണുകള്. ഒന്ന് ഐനുൻ ബാതത് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി പാതിരാവിൽ അതിർത്തി കാക്കാൻ വേണ്ടി, യുദ്ധ സൈന്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്ലാമിക ജിഹാദിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണുകളുണ്ടല്ലോ. അത് ഇസ്ലാമിന്റെ അതിർത്തി പ്രദേശത്താവാം, ഇസ്ലാമിനെതിരെ ശത്രു വരുന്നിടത്ത് ഉണർന്നിരുന്ന ഏതു മേഖലയും മണ്ഡലവുമാവാം. ഇസ്ലാമിനെതിരെ ശത്രു വരുന്ന ഏതു മണ്ഡലത്തിലും എങ്ങനെ ഉണർന്നിരുന്നാലും അവിടെയൊക്കെ ഉണർന്നിരുന്ന കണ്ണുകളെ നരകം തൊടില്ല. രണ്ടാമത്തെ ഒരു കണ്ണ് വഅയ്നുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെയും നരകം തൊടില്ല. അതുകൊണ്ട് നരകം തൊടില്ലെന്ന് മാത്രമല്ല, അർശിന്റെ തണല് കിട്ടുന്ന 7 ആളിൽ ഒരാള് ദക്കറല്ലാഹ ഖാലിയൻ ഫഫാവത് ഐനാ, അള്ളാനെ ഇങ്ങനെ ഓർത്തിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊലിക്കുക, അള്ളാനെ വിചാരിച്ചിട്ട് കണ്ണ് നിറഞ്ഞൊലിക്കുക. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ് അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ഗിലാദ് എന്ന് പറഞ്ഞാൽ ഐ തിബാഉഹും ഗലീദ, അവരുടെ പ്രകൃതികൾ വളരെ പരുക്കനാണ്. ഖദ് നുസിഅത് മിൻ ഖുലൂബിഹിമുർ റഹ്മ, അവരുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഊരപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തആലയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യം ഇട്ടുകൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞത്,
നബി തങ്ങൾ അവിടുത്തെ കുട്ടികളെ പേരക്കുട്ടികളെ ചുംബിക്കണം കണ്ടപ്പോൾ എനിക്ക് 10 കുട്ടികളുണ്ട്, ഒറ്റ ഒന്നിന് ഇതുവരെ ഞാനൊന്നും വെച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് പറഞ്ഞത് എന്താ? അവ അംലികു ഇന്ന സഅല്ലാഹു മിൻ ഖുലൂബികുമുർ റഹ്മ, അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത് ഊരിയെടുത്താൽ ഞാൻ എന്ത് ചെയ്യാനാണ്? റഹ്മത്ത് അല്ലാഹു തആല ഇട്ട് കൊടുക്കുന്നതാണ്. അത് അല്ലാഹു ഇങ്ങോട്ട് ഊരിയെടുത്താൽ പിന്നെ മനസ്സിൽ റഹ്മത്ത് ഉണ്ടാവില്ല. എന്ത് വിഷമം കണ്ടാലും അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരുണ്യം എന്നൊരു സ്വഭാവമേ ഉണ്ടാവില്ല. അതൊക്കെ എത്രല്ലെങ്കിലും മനുഷ്യനുണ്ടാവും. കാരണം റഹ്മത്ത് അല്ലാഹു തആല മനുഷ്യന്റെ മനസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായി ഊരിയെടുക്കുന്നില്ല. അതേ സമയത്ത് ഈ മലക്കുകളുടെ കാര്യത്തിൽ അല്ലാഹു തആല നരകത്തെ കൈകാര്യം ചെയ്യേണ്ടവരാ, അവർക്ക് റഹ്മത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല സമ്പൂർണ്ണമായി റഹ്മത്തിനെ ഊരിയെടുത്തിരിക്കുകയാണ്. ബിൽ കാഫിരീന ബില്ലാ, അള്ളാഹുവിനെ നിഷേധിച്ചവരോട് ഒരു റഹ്മത്തും അവർക്കുണ്ടാവില്ല. ഷിദാദ് എന്ന് പറഞ്ഞാൽ തർക്കീബുഹും ഫീ ഗായത്തി ശിദ്ദത്തി വൽ കസാഫത്തി വൽ മൻദരിൽ മുസ്ഇജ്. ഷിദാദിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ശക്തരാന്ന് പറഞ്ഞാൽ അവരുടെ ബലത്തെ പറ്റിയാണ്. അതല്ല, ഇവിടെ ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത് തർക്കീബുഹും അവരുടെ ആകാരം തന്നെ ഫീ ഗായത്തി ശിദ്ദത്തി വല്ലാത്തൊരു ശക്തിയിലും വൽ കസാഫത്തി പിന്നെ കട്ടിയിലും വൽ മൻദരിൽ മുസ്ഇജ് വളരെ കാണാൻ വിഷമമുണ്ടാക്കുന്ന വഷളായ രൂപത്തിലാണ്. കണ്ടാൽ തന്നെ വല്ലാത്തൊരു സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കല്ലേ, ഒരു കോലം കെട്ടിട്ട് ഇറച്ചൊക്കെ അവിടെ പഠിത്തായിട്ട് എന്നതുപോലെ ഇവരെങ്ങോട്ട് കണ്ടാൽ തന്നെ പേടിച്ച് അങ്ങോട്ട് നോക്കാൻ തോന്നൂല. ആ കോലത്തിലുള്ളൊരു വല്ലാത്ത കാണുന്നതിന് തന്നെ പ്രയാസമുണ്ടാവുന്ന ഒരു രൂപത്തിലാണ്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്ന അവരുടെ രൂപത്തെ പറ്റി പറയുന്നതോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇദാ വസല അവ്വലു അഹ്ലിൻ നാരി ഇലന്നാർ, നരകത്തിന്റെ ആദ്യത്തെ ഗ്രൂപ്പ് നരകത്തിലേക്ക് എത്തുമ്പോൾ വജദു അലൽ ബാബി 400,000 മിൻ ഖസനത്തി ജഹന്നം, വാതിലിൽ 4 ലക്ഷം നരകത്തെ കാക്കുന്ന ആളുകൾ ഉണ്ടാവും, മലക്കുകൾ ഉണ്ടാവും. സൂദുൻ വുജൂഹും, അവരുടെ മുഖമൊക്കെ കറുത്തിട്ടായിരിക്കും. കാലിഹത്തുൻ അന്യാബുഹും, അവരുടെ തേറ്റകളൊക്കെ അങ്ങനെ തള്ളി നിൽക്കായിരിക്കും. ഹിംസ്ര ജന്തുക്കളെ പോലെ തേറ്റ തള്ളി നിൽക്കുന്ന കറുത്ത മുഖമുള്ള. ഖദ് നസഅ അല്ലാഹു മിൻ ഖുലൂബിഹിമുർ റഹ്മ, അവരുടെ ഹൃദയത്തിൽ കാരുണ്യമേ ഇല്ല. ലൈസ ഫീ ഖൽബി വാഹിദിൻ മിൻഹും മിസ്ഖാല ദർറത്തിൻ മിനർ റഹ്മ, ഒരു അണുവോളം കരുണ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ലൗ തുയ്യിറ ത്വയ്റു മിൻ മൻകിബി അഹദിഹിം ലതാറ ശഹ്റൈൻ ഖബ്ല അൻ യബ്ലുഗ മൻകിബഹുൽ ആഖർ, അവരുടെ ഒരു ചുമലിൽ നിന്നൊരു പക്ഷിയെ പറപ്പിച്ചാൽ അടുത്ത ചുമലിലേക്ക് എത്തണമെങ്കിൽ 2 മാസം പറക്കേണ്ടി വരും. ഒരു ചുമലിൽ നിന്നൊരു പക്ഷി പറന്ന് മറ്റേ ചുമലിലെത്തണമെങ്കിൽ 2 മാസം പറക്കണമെങ്കിൽ എന്താണ് അവരുടെ വീതി? എന്തുമാത്രം ആജാനുബാഹുക്കളും വലിയ ആളുകളും ആയിരിക്കും അവർ. തുമ്മ യജിദൂന അലൽ ബാബി 19, ഈ 4 ലക്ഷം കഴിഞ്ഞാൽ പിന്നെയാണ് അലൈഹാ 19 എന്ന് പറഞ്ഞില്ലേ, അലൈഹാ 19, നരകത്തിന്റെ മേലിൽ 19 മലക്കുകൾ വേറുണ്ട്, സബാനിയാക്കള്. അത് ഇവര് കഴിഞ്ഞിട്ടാണ്. അറബു സദരി അഹദിഹിം, അവരുടെ ഒരാളുടെ നെഞ്ചിന്റെ വീതി 70 ഖരീഫ, 70 വർഷം യാത്ര ചെയ്യാനുണ്ടാവും. 70 വർഷം യാത്ര ചെയ്താലേ ഒരു നെഞ്ചിന്റെ വീതി കിടക്കുള്ളൂ. അത്രയും വീതിയുള്ള നെഞ്ചുള്ളവർ. സുമ്മ യഹ്ബൂന മിൻ ബാബിൻ ഇലാ ബാബിൽ 500 സന, അങ്ങനെയാണ് ഒരു വാതിലിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ സ്ഥിതി അത്. അപ്പൊ അവർ അടുത്ത വാതിലിലേക്ക് 500 വർഷം യാത്ര ചെയ്താലാണ് നരകത്തിന്റെ അടുത്ത വാതിലെത്തുക. സുമ്മ യജിദൂന അലാ കുല്ലി ബാബിൻ മിൻഹാ മിത്ല മാ വജദു അലൽ ബാബിൽ അവൽ, അവിടെ ചെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ വാതിലിന്റെ അതേ അവസ്ഥ. ഇങ്ങനെ ഹത്താ യന്തഹു ഇലാ ആഖിരിഹാ, അവസാനത്തെ 8ാമത്തെ വാതിലും ഇങ്ങനെ നടന്നും പ്രയാസപ്പെട്ടും ഈ ഭീമാകാരങ്ങളും വിഷമം നൽകുന്നതുമായ ദൃശ്യങ്ങളും കണ്ടിട്ടാണ് നരകത്തിന്റെ ഉള്ളിലേക്ക് അവരെ വലിച്ചിടുക. ഇതൊക്കെ നരകത്തിലേക്ക് നേരത്തെ സറാത്തുനിന്ന് വലിച്ചിട്ട് കഴിഞ്ഞു, ഇനി മോചനല്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ശിക്ഷയുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴികളിലാണ് ഈ വലിയ ദുരിതങ്ങൾ. അല്ലാഹു തആല നരകത്തെ തൊട്ട് നമ്മളെയും ബന്ധുക്കളെയും എല്ലാ മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.